നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു, എന്താ ഇവിടെ നടക്കാൻ പോകുന്നത് ബർത്ത്ഡേ ഫംഗ്ഷനാന്നാ കരുതിയിരിക്കുന്ന ഋതു. ഇനിയും അവളോട് സത്യം മറച്ചു വെക്കണോ രാജു? ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ല, വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നെന്ന് ഞാൻ അവളോട് പറയട്ടെ? വേണ്ടേ ചേച്ചി ഇപ്പൊ അതൊക്കെ ഋതിക മാഡത്തിനോട് തുറന്നു പറഞ്ഞ ഋതിക മാഡം വലിയ വിഷമത്തിലാവും. സപ്ലിമെന്ററി എക്സാമിന് വേണ്ടിയുള്ള ഋതിക മാഡത്തിന്റെ ശ്രദ്ധയെ അത് ബാധിക്കും. എക്സാമിന് ജയിച്ചാലല്ലേ അശ്വിനുമായിട്ടുള്ള കല്യാണം നടക്കൂ. ഋതുമോളുടെ അവസ്ഥ ഓർത്തിട്ടുള്ള വിഷമം കൊണ്ടാ ഞാൻ ഇങ്ങനെ ചോദിച്ചത് രാജു. നമ്മളെല്ലാവരും സത്യം മറച്ചുവെച്ച് പാവം ആ കുട്ടിയെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിനുള്ളിൽ സത്യം മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് അവളോട് സന്തോഷത്തോടെ സംസാരിക്കാനാവുന്നില്ല രാജു. നാളെ എല്ലാം അറിയുമ്പോ അവൾ എന്നോട് ചോദിക്കില്ലേ, ചെറിയമ്മയും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവളെ പറ്റിച്ചില്ലേന്ന്? ശരി ചേച്ചി, എനിക്ക് ചേച്ചിയുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എല്ലാം ഋതിക മാഡത്തിന്റെ നല്ലതിനു വേണ്ടിയല്ലേ? ഈ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ നിന്ന് ഋതിക മാഡം രക്ഷപ്പെടണമെന്ന് ചേച്ചിയല്ലേ ഇടയ്ക്കിടെ പറയാറ്. അങ്ങനെ ഋതിക മാഡം രക്ഷപ്പെടണമെങ്കിൽ തൽക്കാലം നിശ്ചയത്തെക്കുറിച്ച് നമ്മൾ ആരും ഋതിക മാഡത്തോട് പറയരുത്. നീ പറഞ്ഞത് ശരിയാ രാജു. ഇനിയിപ്പം ഋതുമോൾ ഇതെല്ലാം അറിഞ്ഞാലും അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. പാവം ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ശരി രാജു. ശരി ചേച്ചി. അമ്മേ, അല്ല അമ്മേ, നമ്മളും ഷോപ്പിങ്ങിന് പോയി അമ്മയ്ക്ക് ആവശ്യത്തിന് സാരികളും എനിക്ക് ആവശ്യത്തിന് ഡ്രസ്സും വാങ്ങി ഷോപ്പിംഗ് എൻജോയ് ചെയ്യാനാണോ ഉദ്ദേശം? സൽപുത്ര, നീ ഇങ്ങനെ ആവേശപ്പെടാതെ. നിന്റെ അമ്മാവനെ എങ്ങനെ ഷോപ്പിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ. ദിവ്യ, ദിവ്യ ഇങ്ങ വന്നേ. എന്താ മാഡം? നീ പോയി വേഗം കുറച്ച് സേമിയ പായസം ഉണ്ടാക്ക. ശരി മാഡം. അല്ല, ഇപ്പൊ പായസം എന്തിനാ അമ്മേ? പായസത്തില് വിഷം കലക്കാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ലട മോനെ, പായസത്തിലല്ല, നിന്റെ അമ്മാവന്റെ മനസ്സിലാ ഞാൻ വിഷം കലക്കാൻ പോകുന്നേ. സേമിയ പായസേ നിന്റെ അമ്മാവന് ഭയങ്കര ഇഷ്ടാ. എത്രത്തോളം അവനത് ഇഷ്ടമാണെന്ന് പായസം കാണുമ്പോ അവന്റെ റിയാക്ഷനിൽ നിന്ന് നിനക്കത് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായോ നിനക്ക്? മനസ്സിലായി അമ്മേ. അമ്മ ഒരു ജീനിയസാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.